പ്രശാന്ത് എത്ര കാലമാണ് കണ്ടിട്ട്? ആ സുഖമായിട്ടിരിക്കുന്നു. നീ എങ്ങോട്ട് പോണേ? അല്ല, ഞാനേ ഇവിടെ പാലാരിവട്ടം അവിടെ നമ്മുടെ EMC ഹോസ്പിറ്റലിൽ അവിടെ. അത് നീ ആരോടും പറയാൻ നിൽക്കൊന്നും വേണ്ട. എൻ്റെ അമ്മ അവിടെ അഡ്മിറ്റാണ്. ക്യാൻസർ ആണെന്നൊക്കെയാണ് പറയണം. കുഴപ്പമൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒരാഴ്ചയായി. എല്ലാവരും അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. സ്മിത. അല്ല അവള് ഭയങ്കര ഇതുകൂടി. പക്ഷെ നീ നിന്റെ കല്യാണത്തിന് നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? അത് മോശമായി പോയി. നമ്മൾ ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും ഒരുമിച്ച് കളിച്ച് നടന്നിട്ട് നീ നിന്റെ കല്യാണത്തിന് വിളിച്ചില്ല. അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തിരക്ക്. അത് പോട്ടെ, അത് പഴയ കാലം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് തിരക്കാണല്ലേ ഇപ്പൊ, പഴയ പോലെയല്ല. ഭയങ്കര തിരക്കാണ്. ചേട്ടാ ഒന്നും മാറിക്ക് ചേട്ടാ. എന്തിനാ എന്റെ മേത്തേക്ക് തള്ളി കിടന്നത്? അല്ല, ഞങ്ങളും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് തന്നെയാണ്. അതൊരു കാര്യം ചെയ്ത മടിയിലിരിക്കുക. ഇത് അങ്ങോട്ട് മാറി. ഇത് കഴിക്കില്ലേ, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ പോയി നിൽക്ക്. അല്ല, ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് നീ അതല്ല. ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ഞാൻ കാണിച്ചത് അത്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെയായിട്ടും ടിക്കറ്റ് എടുത്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ കാശ് ഇങ്ങനെ കയ്യിൽ വയ്ക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഇരിക്കുക. തുടക്കക്കാരാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ അടുത്ത് കണ്ടക്ടർ വന്നിട്ട് പൈസ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കണം. അത് നമ്മുടെ ഡീസൻസ് അല്ലേ? കൊടുത്തിരിക്കും. ചോദിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കരുത്. അത് നമ്മുടെ ജോലിയാണ്. ചോദിച്ചാൽ കൊടുക്കുക, അത് മാറി. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ പോക്കറ്റ് വെച്ച് അല്ലെങ്കിൽ ഇത്രയുള്ള പരിപാടി. നോ പ്രോബ്ലം. ഈ ധൈര്യം ഇരിക്കുന്ന നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. പിന്നെ വേറെ എന്താ, ഞാൻ പക്ഷേ ഈ അമ്മയുടെ കാര്യത്തിൽ കുറച്ചൊരു ഒരു പ്രശ്നമില്ല. ഫോൺ അടിക്കുന്നത്. ഹലോ. ഇനി കേൾക്കാനില്ല. നീ കുറച്ചൊന്ന് മാറി നിന്നിട്ട് സംസാരിക്കും. അല്ല, അങ്ങനെ ഡോക്ടർ പറഞ്ഞോ? അല്ല, നീ ഞാനെപ്പോഴേ ഇപ്പം അവിടെ എത്തും. നീ ടെൻഷൻ ഇല്ല. ഞാൻ കൊണ്ടുവരാം. ശരി. എടാ, ഒരു ചെറിയ സീരിയസ് ആണ്. ICU വേണം. അതെ, നമ്മുടെ എൻ്റെ നമ്പറിലല്ലേ നീ വിളിക്കേണ്ട? സ്റ്റോപ്പൊക്കെ അറിയാം. നമുക്ക് പിന്നെ കാണാം. എടാ, വിളിക്കാം. ശരി.